നമ്മൾ ഇന്ന് pivot table പഠിക്കാൻ പോകണം. അപ്പോൾ ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടെന്ന് വിചാരിക്കും. ഈ ഒരു ടേബിളിൽ നിന്ന് കുറേ റിപ്പോർട്ടുകൾ ഉണ്ടാക്കണമെങ്കിൽ അതിന് എളുപ്പമുള്ള ഒരു വഴിയാണ് എന്ന് പറയുന്നത് pivot table എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ടേബിൾ എടുക്കാം. ടേബിളിൽ എന്തൊക്കെയാണ് ഉള്ളത്? നമ്മുടെ മാനേജർ നമ്മളോട് എന്താണ് ചോദിക്കുക, നമ്മളൊരു സ്ഥലത്ത് പ്രസന്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ എന്താണ് ചോദിക്കാനുള്ളത്, അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് അനുസരിച്ച് ഒരു മാജിക്കൽ ടൂൾ പോലെ ഒരു എന്താ പറയുക ഒരു ഡൈനാമിക്കൽ ടൂൾ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് pivot table എന്ന്. pivot table ആൻഡ് ചാർട്ട്. നമ്മൾ ഇതെടുത്തു, കൺട്രോൾ എ സെലക്ട് ചെയ്തു, ഗോ ടു ഇൻസെർട്ട് pivot table. അങ്ങനെ തൽക്കാലത്തിൽ pivot table വിത്ത് ചാർട്ട് എടുക്കുകയാണ്. ഓക്കെ, തൽക്കാലം ഞാൻ എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ് ന്യൂ വർക്ക്ഷീറ്റ് കൊടുത്തു, ഈ ഓക്കെ. അങ്ങനെ ഒരു പുതിയ ടേബിളിൽ ഇങ്ങനൊരു സംഭവമായിട്ട് വന്നു. സോ pivot ടേബിളിന് 4 സാധനമാണുള്ളത്. 1 ഫിൽറ്റർ ഉണ്ട്, 2 ലെഗൻഡ് ഉണ്ട്, 3 ആക്സിസ് ഉണ്ട്, 4 വാല്യൂ ഉണ്ട്. എന്ത് എവിടെ കൊടുക്കുന്നു എന്നതാണ് നമ്മുടെ പ്രശ്നം. നമുക്കൊരു ഉദാഹരണത്തിന് നമുക്കൊരു വാല്യൂ ഫീൽഡ് ആയിട്ട് വരുന്നത് നെറ്റ് സെയിൽ ആണ്. സോ നമ്മൾ നെറ്റ് സെയിൽ എടുത്തിട്ട് ഓട്ടോമാറ്റിക്കലി അത് വാല്യൂവിൽ വരും. ഇനി നമുക്ക് എന്തിൻ്റെയൊക്കെ കാര്യങ്ങളിലാണ് ഇത് വേണ്ടത്? നമുക്കൊന്ന് പ്രോഡക്റ്റിന്റെ കേസിൽ ഒന്ന് വെച്ചു, വേറൊന്ന് സിറ്റിയുടെ ബേസിൽ വെച്ചു. അപ്പൊ നമുക്ക് സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചാർട്ട് കിട്ടും. ഇവിടെ അതിന്റെ ടേബിൾ. ഓക്കെ, ഇതാണ് pivot table എന്ന് പറയുന്നത്. നമുക്കിവിടെ സമ്മാണ് വന്നിരിക്കുന്നത്. സമ്മിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ആവറേജ് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ മറ്റൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എനിക്ക് പെട്ടെന്ന് അവർ പറയണം സമ്മ് വെച്ചിട്ട് വേണം, നമുക്ക് ആവറേജ് വെച്ചിട്ടുള്ള ഡാറ്റ പെട്ടെന്ന് ആവറേജ് ആക്കി എടുക്കും. ഇതാണ് ഇതിൽ ഡൈനാമിക്കലാണ്, ചേഞ്ചബിൾ ആണ്, വേരിയബിൾ ആണ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാ സെയിൽസ്മാൻ്റെയും ഡീറ്റെയിൽസ് ഉണ്ട്. ഒരു സെയിൽസ്മാൻസിന് എല്ലാത്തിനും വേണ്ട ചില ആളുകളെ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സെയിൽസ്മാനെ കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കും. ഇതിനകത്ത് ഇപ്പോൾ എല്ലാ സെയിൽസ്മാനും വേണമെങ്കിൽ നമ്മളിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് കുനാലിനെ മാത്രം മതി, കുനാൽ ഓക്കെ. സെലക്ട് മൾട്ടിപ്പിൾ ഐറ്റംസ് കൊടുക്കും. അതിനകത്ത് നമുക്ക് കുനാല് രജിത്തും കൊടുക്കും. ഓക്കെ, അപ്പോൾ കുനാലിന്റെ രജിത്തിന്റെ മാത്രമായിട്ട് ഡീറ്റെയിൽസ് വരും. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഇതൊക്കെയാണ് ഇതിനകത്ത് വരും. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കുനാലിന്റെ ഇതിനായിട്ട് ഒരു ഷീറ്റ് വേണമെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ചാർട്ട് നെയിം ഓപ്ഷൻസ് എടുക്കുക, ഡിസൈൻ എടുക്കും, ചാർട്ട് എലമെന്റ്സ് ഒക്കെ എടുക്കാം. pivot അനാലിസിസ്, pivot ചാർട്ട് അനാലിസിസ് എടുക്കാം. ഓക്കെ, നമ്മൾ നിലവിൽ ഇതിനകത്ത് ഓപ്ഷൻസ് എടുക്കാം. ഓപ്ഷൻസിൻ്റെ അകത്ത് ഡേറ്റയിൽ മൾട്ടിപ്പിൾ ഐറ്റംസിൻ്റെ അകത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതിന് pivot table അനാലിസിസ് എടുക്കാം. അത് കഴിഞ്ഞ് ഓപ്ഷൻസിൻ്റെ അകത്ത് ഫീൽഡ് സെറ്റിംഗ് ഓപ്ഷൻസിൻ്റെ അകത്ത് എടുക്കുക. ഓപ്ഷനകത്ത് ഷോ റിപ്പോർട്ടഡ് ഫിൽറ്റർ പേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ഈ കുനാലും ഇത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഷോ ഓപ്ഷൻസിൻ്റെ ഷോ റിപ്പോർട്ട് ഫിൽറ്റർ പേജസ് എടുക്കുക. സെയിൽസ്മാൻ വെച്ചിട്ട് എടുക്കണമെങ്കിൽ സെയിൽസ്മാൻ വെച്ച് നമുക്ക് ഷീറ്റുകൾ വരും. കുനാലിൽ വെച്ചിട്ടുള്ള ഷീറ്റുകൾ വരും. ഇത്രയും കാര്യങ്ങളാണ് അത് ബേസിക് ആയിട്ട് പഠിപ്പിക്കാനുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നോക്കുക. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക. എന്നിട്ട് ഇതിൻ്റെ അഡ്വാൻസ് നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ.
ഇപ്പൊ ഇതിനകത്ത് തന്നെ നമുക്ക് ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട്, ഒന്ന് നമുക്ക് ഇൻസെർട്ട് സ്ലൈസർ കൊടുക്കാം. സ്ലൈസർ ഞാൻ തൽക്കാലം സെയിൽസ്മാൻ കൊടുക്കാണ്. ഓക്കെ കൊടുത്തു, ഓക്കെ കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ഓൾ കൊടുത്തു. ഇനി നമുക്ക് തമ്മിലിനെ മാത്രം ക്ലിക്ക് ചെയ്യുക, ഇവിടെ മാറും. അല്ലെങ്കിൽ കുനാലിനെ മാത്രം മതി, കുനാലിനെ മാത്രം ക്ലിക്ക് ചെയ്യുക, ഇവിടെ വരും. ഇതുപോലെ തന്നെ നമുക്ക് ഡേറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യാം, നമുക്ക് പിവറ്റ് ചാർട്ട് അനാലിസിസ്, അത് ഇൻസെർട്ട് ടൈം ലൈൻ കൊടുക്കാം. സോ ഡേറ്റ്. അപ്പോൾ നമുക്ക് മന്തോ ഇയറോ ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ മന്താണ് വന്നിരിക്കുന്നത്, അത് ഇയറോ ക്വാർട്ടറോ ഡേയ്സോ അങ്ങനെ വേണമെങ്കിലും ആക്കാം. ഇപ്പം എനിക്ക് ഓഗസ്റ്റ് 2019 27 വരണം, അല്ലെങ്കിൽ ഡിസംബറിൽ വരണം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് 2017 സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൺട്രോൾ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഡീറ്റെയിൽസ് വരും. ഇത്രയാണ് ഉള്ളത് കേട്ടോ. താങ്ക് യു.